എല്ലാവർക്കും ഉള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ വിവരമൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാനൊരു 8:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. എന്നിട്ട് 4:30 തിരിച്ചു പോരുള്ളൂ. കാരണം ക്ലാസ് ടൈം കഴിഞ്ഞാലും നമുക്ക് അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂട്ടി ടൈമൊക്കെ മാറിയതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ചേഞ്ചായി. ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ മൊത്തം ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ റെഡിയാക്കി വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലത്തെ പണികളൊക്കെ നല്ല ഈസിയായി. അതുപോലെ ഡിയേഴ്സ്, നിങ്ങളെൻ്റെ വ്ളോഗ്സൊക്കെ കാണുകയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും ഒക്കെ ഒരു ഊർജ്ജമാവുള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിലാണ് ഇതുപോലെയുള്ള കുഞ്ഞി വ്ളോഗൊക്കെ ഇങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി എപ്പോഴും പറയുന്ന പോലെ പറയണം കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. രാവിലെ ഇത്തിരി നേരം വൈകിട്ട് പോയാൽ മതിയല്ലോ, അതുകൊണ്ട് തന്നെ അലാറത്തിൻ്റെ സമയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്കാണ് എണീറ്റ് വന്നേട്ടാ. വന്ന ഉടനെ ഞാൻ എൻ്റെ ദോശമാവ് പൊന്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം തന്നെ നോക്കുക. എന്ത് മാവാണല്ലോ അത് പൊന്തി വരണം, അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആകെ മൊത്തം ഡിമ്മാവും. ഇന്നിപ്പോൾ ശരിക്ക് 5:30 തന്നെ എണീക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 6 മണിക്ക് എണീച്ചാലും 8:30 ആകുമ്പോഴത്തേക്ക് ചടപടേനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓഫീസിലേക്ക് പോവായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛാ കറിയൊക്കെ ഞാൻ ഇന്നലെ വെച്ചായിരുന്നു. പക്ഷേ ഇന്ന് വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, ആ ഒരു കാരണം കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ 5:30 തന്നെ എണീറ്റ് വന്നത്. അപ്പം ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് കറി വെണ്ടയ്ക്കയാണെങ്കിൽ രണ്ടാമത് കൂട്ടാനായിട്ടും വെണ്ടയ്ക്ക തന്നെയാണ്. വെണ്ടയ്ക്ക വറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടി വെണ്ടയ്ക്ക ഒന്ന് ഇത്തിരി വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതങ്ങോട്ട് പനച്ച് വെച്ചു. ഫ്രിഡ്ജിൽ തേങ്ങ ചിരകിതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദോശയ്ക്ക് ചട്നി ആക്കാൻ എളുപ്പമായില്ലോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി വെച്ച പാത്രം ഇത്തിരി നേരം ഒന്ന് പുറത്ത് മാറ്റി വെച്ചു, തണുപ്പ് ഒന്ന് വിടട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോഴത്തേക്കും ഞാൻ മുളകും മഞ്ഞളൊക്കെ പനച്ച് വെണ്ടയ്ക്ക നല്ല മീൻ വറുത്തെടുത്തു കേട്ടോ. പിന്നെ ദോശയ്ക്കുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കി. ഇന്നത്തേക്ക് കൂട്ടാൻ മാത്രമല്ല കേട്ടോ ഇന്നലെ റെഡിയാക്കിയത്. അരിയും തിളപ്പിച്ച് തെർമക്കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജേരിയാണ്, നല്ല വേവുള്ളതല്ലേ. അപ്പോൾ പിന്നെ ആ വക പണികളെല്ലാം വളരെ ഈസിയായി അങ്ങോട്ട് കഴിഞ്ഞു. റേഷനരി ആണെങ്കിൽ പിന്നെ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് അപ്പളപ്പള വെച്ച് കഴിക്കാനേ ഒക്കുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ദോശയൊക്കെ ഇങ്ങനെ നല്ല മുരിപ്പിച്ച് നൈസായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ചുട്ടെടുത്ത് അതേ സ്പോട്ടിൽ തന്നെ 1-2 മുരിങ്ങ ദോശയും ചട്നിയും നല്ല ചൂട് ചായയും ഞാൻ അകത്താക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടനും ഉണ്ണികളൊക്കെ എണീറ്റ് വന്നു കേട്ടോ. അപ്പം ഞാൻ ഏട്ടനുള്ള ദോശയും കൂടി ചുട്ട് വെച്ചു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നേരെ അത്യാവശ്യം നല്ല ലേറ്റായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം എൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ഞാൻ കുളിയും പുറപ്പെടലും കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. തല നനച്ചിട്ടില്ല, തല വൈകിട്ട് നനയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഏട്ടൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ. ഞാൻ രാവിലെ അടിച്ചു കയറിയിട്ടിരുന്നു, ആദ്യം തുടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ സമയം കിട്ടിയപ്പോൾ ഏട്ടൻ കൊണ്ടാക്കാമെന്നുള്ള വാക്കും വിശ്വസിച്ച് ഞാൻ ആ ഒരു ഉള്ള സമയത്ത് അകായി അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടു കേട്ടോ. പിന്നെ ഉണ്ണിയൊക്കെയുള്ള ദോശയും ചുട്ട് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചട്നി അരച്ച് വെച്ച് ചായയും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ദോശ ചുട്ട് അച്ചൂനും കൊടുക്കും, അവനും കഴിക്കും കേട്ടോ. പക്ഷെ നല്ലോണം ഇങ്ങനെ നൈസായി മൊരിയൊന്നുമില്ല, നല്ല വലിയ ദൊട്ടലി പോലെയൊക്കെയാണ് ചുട്ടെടുക്കുക. എൻ്റെ അച്ചൂട്ടി പറയും തണുത്താലും കുഴപ്പമില്ല, എനിക്കില്ല അമ്മ ചുട്ടേക്കിയെന്ന്. എത്രയും നേരം എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് എൻ്റെ കെട്ടിയുണ്ടല്ലോ വേറൊരു വഴിക്ക് ട്രിപ്പ് കിട്ടിയപ്പോൾ എന്നെ ഇവിടെ ഇട്ടിട്ട് ആൾ മുങ്ങിയിട്ടോ. ഞാനാണെങ്കിൽ വേറെ വണ്ടി വിളിച്ചിട്ട് കിട്ടുകയും ചെയ്തില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, പാടത്ത് കൂടെ ഇറങ്ങി മണ്ടി. എന്തോ മഹാഭാഗ്യത്തിന് പാടം കഴിഞ്ഞപ്പോഴത്തേക്കും അറിയുന്ന ഒരു വണ്ടി കിട്ടി. അങ്ങനെ ഞാൻ കറക്റ്റ് ടൈമിൽ തന്നെ ഓഫീസിലെത്തിയിട്ടാ. അതുപോലെ ഉണ്ടല്ലോ, എൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവർക്കറിയാം, മുന്നൊരു വ്ളോഗിൽ ഞാൻ ഉമ്മറത്തെ കച്ചവടം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വീട്ടിലൊരു പാത്രക്കാരൻ വരില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് ഞാനൊരു ബിരിയാണി പോട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിലെന്തുണ്ടാക്കുന്നു ഇങ്ങനെ ഓർത്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ കബ്സയാണെങ്കിൽ. അപ്പോൾ ഞാനങ്ങനെ ഒരു കടയിൽ കയറി അറേബ്യൻ കബ്സയുടെ ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട്. കബ്സയുടെ അരിയാണെങ്കിൽ കുറച്ചധികം നേരം കുതിർത്തണം, എന്നാൽ മാത്രമല്ല അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല ഗോൾഡൻ സെല്ല റൈസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ അതങ്ങോട്ട് വെള്ളത്തിൽ അങ്ങനെ കുതിരാൻ വേണ്ടി വെച്ചു. എന്നിട്ടാണ് പിന്നെ മാറ്റി അടുക്കളയിൽ കയറിയേ. മാറ്റി വന്നിട്ട് വേഗം ചായ വയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ. സാധാരണ എൻ്റെ ആദ്യം വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ആ ഒരു സമയം കണക്കാക്കി അവൻ ചായ വെക്കാറുള്ളതാണ്. ഇന്ന് മൂപ്പരൊരു സിനിമ കണ്ട് അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവനെ ശല്യം ചെയ്യരുതല്ലോ. ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും എൻ്റെ അച്ചൂട്ടീനെ സൗകര്യം കെടുത്തുകയാണ് കേട്ടോ. അമ്മ വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കാട്ട്. ഓന് ഒരു അന്നം കാണാത്ത പോലെയാണ് എന്നെ കണ്ടപ്പോൾ കാട്ടിക്കൂട്ടിയിരുന്നത്.
അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. നമുക്കൊക്കെ നമ്മളെ അമ്മമാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പും ദാഹവും, എന്താ പറയുക, അമ്മ പറയും ഇല്ലാത്ത അരുതായ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഉണങ്ങിക്കഴിഞ്ഞ മുറിയും കൂടെ കാട്ടിയിട്ട് എൻ്റെ അച്ചുട്ടൻ പറയുക, അമ്മ ഇത് വേദനിക്കുന്നു, ഏട്ടൻ എന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. ആദ്യക്കാണെങ്കിൽ വേറെ കുറേ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. എൻ്റെ ആദ്യം ഉണ്ടല്ലോ ചായ വെച്ച് വയ്ക്കും, പക്ഷെ അതെടുത്ത് കുടിക്കില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ പറയും, അമ്മ ചായ നിർത്തിയിട്ട് ആകെ വിരലെടുക്കണമെന്ന് കേട്ടോ. ഞാൻ അങ്ങോട്ട് എടുത്തെടുക്കണം. അതുപോലെ തന്നെ ഇന്നും ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്തിരി നേരത്തെ കഴിച്ചു അത്രയുണ്ട്. രണ്ടാൾക്കും ഭയങ്കര വിശപ്പ്. അപ്പോൾ പിന്നെ ഞാൻ കബ്സയ്ക്ക് ഉണ്ടാക്കാൻ ചിക്കൻ മേടിച്ചിരുന്നു. കൂടെ ഒരു 2-3 എന്താ പറയുക, മാങ്ങയും കരളെന്നാണ് ഞങ്ങൾ പറയുക, പാർട്സിനാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വേഗം അവിടെ നന്നാക്കി നല്ല അരവൊക്കെ പെഞ്ച് വറുത്ത് ഉണ്ണിയൊക്കെ ചോറ് അങ്ങോട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും സമയം ഒരു 5:45-6 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു കബ്സ ഉണ്ടാക്കുമ്പോഴത്തേക്കും എന്തായാലും ലേറ്റ് ആവും, പിന്നെ ഒറ്റ വിശന്നിരിക്കണ്ടല്ലോ. അപ്പോൾ ഓരുടെ വയറാണ് നിറപ്പിച്ചിട്ടാണ് ഞാൻ കബ്സ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അറേബ്യൻ കബ്സ കിറ്റ് കൊണ്ടാണ് കബ്സ ഉണ്ടാക്കുന്നത്. നല്ല ഗോൾഡൻസ് എല്ലാം അരി വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ കബ്സ ഉണ്ടാക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിറ്റ് തന്നെയാണിത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ നമ്മൾ കൂട്ടേണ്ടതുള്ളൂ. അപ്പോൾ 200 ഗ്രാം വലിയുള്ളി, അതുപോലെ 200 ഗ്രാം തക്കാളി ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് അടിച്ചെടുക്കണം. ശേഷം ഇതിൽ തന്നെയുള്ള ഓയിലിൻ്റെ ഒരു കുഞ്ഞ് പാക്കറ്റ് ഉണ്ടായിരിക്കും, അത് ഒഴിച്ചിട്ട് അതിൽ ആ പട്ടയും ഗ്രാമ്പും കുരുമുളകും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള വലിയുള്ളി ചേർക്കുക, അത് വഴറ്റി കൊടുക്കുക. അതുപോലെ എൻ്റെ ഉണ്ണിയോക്ക് കബ്സ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതിൻ്റെ മെയിൻ കാരണം കബ്സയുടെ നിറമാണ് കേട്ടോ. നമ്മൾ കബ്സ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിക്കനിൽ വേറെ മസാലയൊന്നും ചേർക്കാണ്ട് അങ്ങനെ അരിയിലിട്ട് വേവിച്ചെടുക്കല്ലേ. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് കളർ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ണിയൊക്കെ അത്ര അങ്ങോട്ട് പിടിക്കൂല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവർക്ക് ചിക്കൻ വറുത്തായിരുന്നു, ആ വറുത്തതിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എരിവും ഇത്തിരി ഉണ്ടാവും, കാണാൻ ഒരു ഭംഗിയുള്ള നിറമായി കിട്ടും. വലിയുള്ളി ഒന്ന് വാടി കിട്ടിയപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, തക്കാളി പേസ്റ്റ് ഒക്കെ ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. പിന്നെ അതിലോട്ട് നമ്മൾ കബ്സ മസാല പാക്കറ്റ് ഉണ്ട്, അതും ആ ഒരു പാക്കറ്റിലുള്ളതാണ്, നമ്മൾ പുറത്തുനിന്ന് ചേർക്കുന്നൊന്നുമല്ല കേട്ടോ. അത് ചേർത്തൊന്ന് വഴറ്റുക. പിന്നെ ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതും ചേർത്ത് ഒന്നുകൂടെയും വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു ഇൻസ്റ്റൻറ്റ് കബ്സ കിറ്റ് വന്നിട്ട് 1 കിലോൻ്റെയാണ് കേട്ടോ. ചിക്കൻ ഞാൻ വാങ്ങിയത് ഒരു 1.5 കിലോനാണ്. ശരിക്കും ഇത്രയും ഇറച്ചി ഇതിലിട്ട് ഉണ്ടാക്കിയാലാണ് അടിപൊളി ടേസ്റ്റ് ആവുക. പക്ഷെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചിക്കൻ അത്രയും ഉന്നോട് കഴിച്ചോണമെന്നുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് അവർക്ക് വറുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് നമ്മൾ കബ്സയിൽ ഇടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ വഴറ്റി വെച്ചിട്ടുള്ള ആ മസാലയിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തു. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആവിയിൽ അടച്ചിച്ച് വേവിക്കുകയാണ് കേട്ടോ. ചിക്കന് ഇത്തിരി വലിയ പീസായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ആ ചുട്ടിക്കും ആദ്യം ഇങ്ങനെ വലിയ പീസുകളാണ് ഇഷ്ടം. ചിക്കൻ വഴറ്റുകയൊക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് അരി ഊറ്റി വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം. ഏകദേശം ഒരു 2.75-3 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഞാൻ അരി കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അത്രയും ലേറ്റ് ആയിട്ടാണ് കബ്സ ഉണ്ടാക്കി കഴിച്ചത് എന്ന് സാരം. അരി ഊറ്റി ഇത്തിരി നേരം ഒന്ന് വെക്കണം, എന്നാലല്ലേ അതിൻ്റെ വെള്ളം നല്ല രീതിക്ക് വാർന്നു പോവുള്ളൂ. അപ്പം അതങ്ങനെ വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വേഗം മതി കിട്ടും മതി. ഞാൻ ചെടി നനക്കെടുക്കണം. നീച്ചോ ചെടി നനക്കെടുക്കുക. കബ്സ ആവുന്ന വരേക്കും ഡ്രമ്മിലിരിക്കാതെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ചിക്കൻ പീസ് എടുത്ത് കഴിക്കാൻ തോന്നും അത്ര. പക്ഷെ ഒരു സമാധാനം തരാണ്ട് കൂക്കിയാർത്ത് വിളിക്കുകയായിരുന്നു മുന്നേ. അപ്പോൾ ഇങ്ങനെ ഓന് വേണ്ട കാര്യങ്ങളൊക്കെ ഇടയിൽ പോയി ചെയ്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ മസാലയൊക്കെ നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട്. 1 കിലോൻ്റെ കബ്സ കിറ്റിലേക്ക് 1.25 ലിറ്റർ വെള്ളമാണ് ആവശ്യം. വെള്ളം വളർന്നെടുക്കാനായിട്ട് ഇന്ത്യയിൽ വലിയ കുപ്പി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 1/2 ലിറ്റർ കുപ്പിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാക്കി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് മാത്രം നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അരിയാണേലും അതുപോലെ നല്ലോണം ഊറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് നല്ലോണം മാറിക്കഴിഞ്ഞാൽ അതിനെ കുഴേനെ ആവുള്ളൂ, വെറുതെ ചോറ് കിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് തിളക്കട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അതുപോലെ ഒരു ഉണക്കനാരങ്ങ ഉണ്ടായിരിക്കും, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ നല്ല പാകമായി കഴിയുമ്പോഴത്തേക്കും നല്ല തള വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇതിപ്പോൾ കുക്കറിലാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരൊറ്റ വിസിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. ഇത് കുക്കറല്ലല്ലോ, നമ്മൾ അടച്ച് വെച്ച് വേവിക്കല്ലേ, അതുകൊണ്ടൊരു 30 മിനിറ്റ് അപ്പോഴത്തേക്കും അടിപൊളി കബ്സ റെഡിയാവും. നല്ല ഡീറ്റെയിലായി വൃത്തിയിൽ ഞാനിത് ഉണ്ടാക്കുന്ന വിധം ഒന്നും പറയുന്നില്ല.
അറേബ്യൻ കബ്സ കിറ്റ് അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി. അതിൻ്റെ മേലെ കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് അത്രയും ഉപകാരപ്രദമാണ് ഈ ഒരു കബ്സ കിറ്റ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാരേലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എൻ്റെ ബിരിയാണി പോട്ട് അടിപൊളിയാണ്. നമുക്ക് വെള്ളം വറ്റുന്നുണ്ടോ വറ്റാറായോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക പോട്ടിൻ്റെ പുറത്തു കൂടെ തന്നെ കാണാൻ പറ്റുമല്ലോ. നല്ല രീതിക്ക് വെള്ളമൊക്കെ വറ്റി നല്ല വരുന്നനെ കബ്സ കിട്ടിയിട്ടുണ്ട്. എന്നെ കാണാനും ഒരു ഭംഗിയുള്ള കളറ് ആയിട്ടുണ്ട് കേട്ടോ. കളറ് മാത്രമല്ല കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പൊതുവെ അച്ഛനും മക്കൾക്കും കബ്സയോട് വലിയ താല്പര്യമില്ല. എന്നാലും 1 കിലോൻ്റെ ആ ഒരു പാക്കറ്റ് കൊണ്ട് വെച്ചിട്ട് അത്ര അധികം ഒന്നും ബാക്കിയായിട്ടില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അല്ലേ? നോൺ വെജ് അല്ലേ? നോൺ വെജ് ആണെങ്കിൽ അത് പിന്നെ അങ്ങനെയാണ്, ഇവിടെ അത്ര അധികം ബാക്കിയാവാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളേ ഉള്ളൂ. നമ്മുടെ കബ്സ വ്ളോഗ് എന്നൊക്കെ പറയാം. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫായിരുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും അറിയിക്കണേ.